യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ എളിയ ചാനലിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. നമ്മുടെ ഈ വോയിസ് കേൾക്കാൻ ഇടയാകുന്ന ആളുകൾക്ക് ദൈവത്തോടുള്ള അടുപ്പം ഓരോ ദിവസവും ഒരു പടി കൂടി കൂടണം. ദൈവത്തെ പറ്റിയുള്ള വചന ധ്യാനത്തിൽ അല്ലെങ്കിൽ വചന സത്യത്തിൽ നമ്മൾ വളരണം. ഇനിയും ഭക്തിയുടെ പേരിൽ വചനത്തിലുള്ള നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മൾ ചൂഷണം ചെയ്യപ്പെടാൻ ഇനിയും നിന്ന് കൊടുക്കരുത്. മറ്റൊരു കാര്യം, ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം, നമ്മളെ ദൈവം എങ്ങനെ കാണുന്നു എന്നതും ദൈവത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതും മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതിനുമായിട്ടാണ് ദൈവം നമുക്ക് ആരാണ് ഇതറിയുകയാണ്, അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതറിയുകയാണ് പ്രധാനപ്പെട്ട ഘടകം. ദൈവം നമ്മെപ്പറ്റി, ദൈവ മക്കളെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളതിന് ഒരു വചനം നമുക്ക് ഇന്ന് ധ്യാനിക്കാം. നിയമാവർത്തന പുസ്തകം 33 അധ്യായത്തിന്റെ 26 മുതൽ 27 വരെ നമുക്കൊരു പരിചയമുള്ള വചനമാണ്. യശൂരൂൻ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കുവാൻ അവിടുന്ന് വിഹായിസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ അവിടുന്ന് പറയും. വചനം അറിയാമെങ്കിലും ആ സാഹചര്യം എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാണ്. ഇത് മോശയുടെ ഏതാണ്ട് അവസാന മണിക്കൂറുകളിലെ വാക്കുകളാണ്. ഹോറബിന് മുകളിൽ ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ ഹൃദയം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് മോശ. നീണ്ട 40 വർഷം അവന്റെ വാക്ക് കേട്ട് ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച ധീരനായിട്ടുള്ള നേതാവ്. ജനത്തിന് മോശ എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനാണ്. പല ദൈവപ്രവർത്തികളും മോശയുടെ കരങ്ങൾ വഴി ഈ ജനം കണ്ടതാണ്. പക്ഷെ ഇവിടെ മോശ വിട പറയുകയാണ്. വാഗ്ദത്ത നാട്ടിൽ തനിക്ക് ജനത്തെ എത്തിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു നഷ്ടം മോശയ്ക്കുമുണ്ട്. 40 വർഷത്തെ ജനവുമായിട്ടുള്ള റിലേഷൻ ഇവിടെ ബ്രേക്ക് ആകുക. വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ളൊരു അന്തരീക്ഷം. മോശയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല, ജനത്തിനും. ഇനി ആര് ഞങ്ങളെ നയിക്കും? വല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ജനത്തിന്റെ നിരാശയുടെ ഒരു ചിന്തയ്ക്ക് നമ്മൾ ആ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദൈവവുമായി മുഖാമുഖം സംസാരിച്ച ഒരു വലിയ മനുഷ്യൻ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ആ ജനത്തിനെ കാണിച്ചു കൊടുത്തു. മോശയുടെ കൈകൾ ഉയർന്നു നിന്നപ്പോൾ അമലേക്യരുടെ അടുത്ത് നിന്ന് വിജയം നേടുന്നത് ജനം കണ്ടതാണ്. ഇനി അതെല്ലാം തീർന്നു. മോശയുടെ കൈകൾ മാത്രമല്ല, ഇപ്പൊ മോശ പോലും ഇല്ലാതാകാൻ പോകുന്നു. ജനത്തിന് ഇനി ആരെ നയിക്കും? തങ്ങൾക്കിനി എന്ത് സംഭവിക്കും? ശത്രുക്കളെല്ലാം കൂടെ തങ്ങളെ ആക്രമിക്കുവോ? നേതാവ് നഷ്ടപ്പെടുന്നുവോ? വല്ലാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ മോശ ജനത്തെ എൻകറേജ് ചെയ്യുന്ന വരികളാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത്. മോശയെ ഇവിടം വരെ എത്തിപ്പിച്ചത് എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഹോറബിൽ വെച്ച് നടന്ന തന്റെ ആ ഒരു സംഭവം, തന്റെ ജനത്തെ ദൈവം എങ്ങനെ കാണുന്നു എന്നും ദൈവത്തിന്റെ ഹൃദയം കണ്ട മോശ. പുറപ്പാട് പുസ്തകം 3 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ എൻ്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ കണ്ടു, അവരുടെ മേൽനോട്ടക്കാരുടെ ക്രൂരതയും ഉയർന്നു വരുന്ന അവരുടെ കരച്ചിലും ഞാൻ കേട്ടു. നീ അവരെ മോചിപ്പിക്കണം. അവരുടെ യാതനകൾ എൻ്റെ ഹൃദയം തകർക്കുന്നു. ഒരപ്പൻ തൻ്റെ മക്കളെ കുറിച്ച് പറയുന്നത് പോലെയാണ് മോശയ്ക്ക് അത് ഫീൽ ചെയ്യുന്നത്. നീ അവരെ അവിടെ നിന്ന് മോചിപ്പിക്കണം, ധൈര്യം കൊടുക്കുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ തൻ്റെ മക്കളെക്കുറിച്ചുള്ള കരുതൽ ഉള്ള ഒരു ദൈവം. മോശ അത്ഭുതപ്പെടുകയാണ്. ഹി വാസ് ഷോക്ക്ഡ് വിത്ത് ദ വോയിസ് ഓഫ് ദ ഗാഡ്. ഇത്രയും കരുതലുള്ളൊരു ദൈവം. ഇവിടെ വെച്ചാണ് ഇവരുടെ ബന്ധം തുടങ്ങുന്നത്. മോശയും ദൈവവും തമ്മിലുള്ള ഒരു റിലേഷൻ ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ്. താൻ ഒരു മനുഷ്യനെ അടിച്ചു വന്നപ്പോഴത്തേക്കും ദൈവം ഇത്രയൊക്കെ ഈ ജനത്തെക്കുറിച്ച് കരുതുന്നുണ്ടെന്ന് മോശ അറിഞ്ഞില്ല. നാട് വിട്ട് ഓടിയപ്പോഴും ഇത്രയും കരുതലുള്ളൊരു ദൈവത്തെ മോശ കണ്ടില്ല. പക്ഷെ ഇപ്പം മോശ ദൈവത്തിന്റെ ഹൃദയം കാണുകയാണ്. തൻ്റെ മക്കളെ പ്രതി വേദനിക്കുന്ന ഒരു അപ്പന്റെ ഹൃദയം. അവിടെയാണ് അവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ആ വാക്ക് കേട്ട് ഇറങ്ങിച്ചെന്ന് ഇപ്പം ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. സകല പോസിബിലിറ്റീസും അടഞ്ഞു.
ഒന്നെങ്കിൽ ജനം തന്നെ കൊല്ലും, അല്ലെങ്കിൽ പുറകെ വരുന്ന സൈന്യം തങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ വീണ്ടും തങ്ങൾ അടിമകളാക്കും. ചെങ്കടലിൽ നിന്ന് ഉയരുന്ന ഓരോ തിരയും തങ്ങളെ നോക്കി കളിയാക്കുക. നീ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് രക്ഷപ്പെട്ടു, ശരിയാ. മാംസം കഴിച്ചു, ശരിയാ. പെസഹ ആഘോഷിച്ചു, അതും ശരിയാ. ജനത്തെ ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു, അതും ശരിയാ. പക്ഷെ ഇപ്പം ഈ രാത്രിയിൽ നിന്നെ മൊത്തത്തോടെ വിഴുങ്ങാനായിട്ട് ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് ചെങ്കടൽ അവരെ നോക്കി കളിയാക്കുക. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തേ. പലപ്പോഴും നമ്മുടെ ഈ അവസ്ഥയും ഇത് കണക്ക് തന്നെയല്ലേ. ഇനി എന്ത് എന്നുള്ളതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. പഴയ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? മരുഭൂപ്രയാണത്തിൽ ചാരിയിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. പാട്ടിന്റെ ആദ്യ വരി നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഈ സാഹചര്യത്തിലും ദൈവം തന്റെ മക്കളെ കരുതലോടെ കാക്കുന്ന ഒരു അനുഭവം. സാഹചര്യം എന്താണെങ്കിലും ഒരു കടലിലേക്ക് എടുത്ത് ചാടാനായിട്ട് ജനത്തിനെ ഭയമില്ലാതാക്കാൻ എന്താ അവിടെ സംഭവിച്ചത്? ദൈവത്തിന്റെ ശക്തമായ കരം അവർ കാണുക, ദൈവത്തിന്റെ ഇടപെടൽ അവർ അനുഭവിക്കുക. അതാണ് അവർക്ക് കിട്ടിയ ധൈര്യം. ചെങ്കടലിന് എന്ത് പറ്റി? തന്റെ സൃഷ്ടാവായ ദൈവത്തെ കണ്ട് ചെങ്കടൽ ഭയന്ന് അവർക്ക് വഴി കൊടുക്കുക. ലോകത്തിന്റെ ശക്തികൾക്കെതിരായിട്ട് ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വരുന്നു. തന്റെ ജനത്തെ രക്ഷിക്കുന്ന ഒരു ദൈവം. പിന്നെ അങ്ങോട്ടുള്ള യാത്ര മുഴുവനും ആ കരത്തും പിടിച്ചിട്ടാണ്. മരുഭൂമിയിൽ മേഘസ്തംഭമായിട്ടും അഗ്നിത്തൂണായിട്ടും സാന്നിധ്യം കൊണ്ട് ദൈവം ആ ജനത്തെ നയിച്ചു. ഇന്ന് ഈ നേതാവ് അസ്തമിക്കാൻ പോകുന്നു, നേതാവ് വിടവാങ്ങുന്നു, മരിക്കാൻ പോകുന്നു. അപ്പോഴ് നേതാവ് തന്റെ ജനത്തെ, മോശ തന്റെ ജനത്തെ ഒന്ന് എൻകറേജ് ചെയ്യുന്ന വാക്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. എൻ്റെ പ്രിയ ജനമേ, യശൂരൂൻ, എൻ്റെ നല്ല കുഞ്ഞെ. മാതാപിതാക്കള് മക്കളെ കുറിച്ച് വിളിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഏത് ഡോക്ടറേറ്റ് എടുത്താലും, ഏത് ഓഫീസർ ആയാലും, എത്ര ഹയർ പൊസിഷനിൽ ഇരുന്നാലും കുഞ്ഞേന്നോ മോനേന്നോ ചേർത്താണ് നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ വിളിക്കുന്നത്, അല്ലേ? അതുപോലെ ദൈവം വിളിക്കുക, യശൂരൂൻ, എന്റെ നീതിയിൽ വസിക്കുന്ന എന്റെ കുഞ്ഞെ, എന്റെ പ്രിയ ജനമേ. ഇവിടെയാണ് ഈ ദൈവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. തന്റെ പ്രതീക്ഷ എവിടെ തീരുന്നുവോ, എവിടെ നമുക്ക് നോ എന്ന ലോകം പറയുന്നുവോ, എവിടെ നിന്റെ സാധ്യതകളുടെ വാതിൽ അടയുന്നുവോ, അവിടെ തന്നെ ഒരു വിടുതൽ തരാൻ സാധ്യത തെളിയിക്കുന്ന, തുറന്നു തരുന്ന ഒരു ദൈവമാണ് ഇന്ന് നമ്മൾ ഈ വചനത്തിലൂടെ ഒരിക്കൽ കൂടി കാണുന്നത്. ഈ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം, ഈ ദൈവത്തിലെയാണ് നമ്മുടെ പ്രത്യാശ, പ്രതീക്ഷ. ഈ ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. എവിടെ ലോകം നോ പറഞ്ഞുവോ അവിടെ നിനക്ക് വേണ്ടി ഏസ് എന്ന് പറയാനായിട്ട് മുന്നിൽ വരുന്ന ഒരു സഹായ ഹസ്തം. മേഘങ്ങളുടെ ഇടയിലൂടെ അവന്റെ ഹസ്തം കാണാനായിട്ട് സാധിക്കുന്നു. യശൂരൂൻ, നിന്റെ ദൈവത്തെ പോലെ ആരുണ്ട്? മഹത്വപൂർണനായി മേഘങ്ങളിലൂടെ അവൻ സഞ്ചരിക്കുന്നു. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടി മാറ്റിക്കളയും. ജയം നിനക്കുണ്ട്. വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ അപ്പനെ കൂടാതെ നമുക്ക് എന്താ വേണ്ടത്? ഈ സ്നേഹം തിരിച്ചറിയാതെ നമ്മൾ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണത്തിന് നിന്നു കൊടുക്കല്ലേ. ഈ അപ്പൻ നമ്മളെ ഇന്നും സ്നേഹിക്കുന്നു. ആ അപ്പന്റെ കരം പിടിച്ച് നടക്കാം. യേശുവിന്റെ കരം പിടിച്ച് നമുക്ക് നടക്കാം. അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും, തീർച്ച. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം. അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും. ആമേൻ. യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ അൽഫ ഒമേഗ,